ഹലോ ഗായ്സ്, ഇന്ന് വിളക്കക്കലൊക്കെ കഴിഞ്ഞ് പ്രേക്ഷകനൊക്കെ പറഞ്ഞേക്കാനായിട്ട് നിൽക്കുക കേട്ടോ. പ്രേക്ഷകൻ പറഞ്ഞ് പോണേൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങളുണ്ടാവും. അങ്ങനെ എന്നോട് പറയാം, അങ്ങനെ അതൊക്കെ ആ പോണ നേരത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഗേറ്റ് അടയ്ക്കാൻ നിൽക്കുക. അപ്പം തന്നെ ഗേറ്റ് അടച്ചില്ലെങ്കിൽ നിറച്ച് പട്ടുകളൊക്കെ ഉള്ളിൽ കയറും. പിന്നെ ഉണ്ണിയുള്ളതല്ലേ വിചാരിച്ചിട്ട് വേഗം ഗേറ്റ് അടച്ചു. കഴിഞ്ഞത് ഈ അടുക്കളയിലൊക്കെ വന്നു. ഇഡ്ഡലിക്കൊക്കെ ഒഴിക്കാട്ടെ, ഇന്ന് ഇഡ്ഡലിയും സാമ്പാറാണ് ടിഫൻ. അപ്പോൾ ഞാനമ്മയും അടുക്കളയിലും നല്ല വർത്തമാനത്തിലായിരിക്കും. അപ്പോൾ ഇഡ്ഡലിക്കൊക്കെ ഇത് ഒഴിച്ച് ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അമ്മ സാമ്പാർ അവിടെ സെറ്റാക്കുന്നുണ്ട്. ഞാൻ ചോറ് വയ്ക്കാനായിട്ട് അവിടെ കുക്കറിൽ വെള്ളം കഴുകി നല്ലോണം ഇതാക്കിയിട്ട് ഫിൽറ്ററിൽ നിന്ന് വെള്ളം സെറ്റാക്കാനുണ്ടോ. അപ്പോൾ കാലത്ത് തന്നെ ചോറ് വെച്ച് കഴിഞ്ഞാൽ അമ്മലിന് ചില ദിവസങ്ങൾ അവന് ചോറ് ഇഷ്ടമാണ്. അപ്പോൾ സാമ്പാറുള്ള ദിവസമൊക്കെ ചോറാണെങ്കിൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചോറൊക്കെ കൊടുത്തയക്കാനായിട്ട് അപ്പോൾ ഒക്കെ സെറ്റാക്കി ഗ്യാസ് 3 ഗ്യാസും ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ നേരത്ത് കുറച്ച് പാത്രം കഴുകി അതിന് ശേഷം ഇതേ ഇഡ്ഡലിയൊക്കെ ഇതേ വെന്ത് ഇതായിട്ടാണ്. അപ്പോൾ സാമ്പാറും ഇതായി. ആ നേരത്ത് കുട്ടികളൊക്കെ വിളിക്കാൻ പോയി. അത് കഴിഞ്ഞ് കുട്ടികൾ അവരുടെ പണിയൊക്കെ ചെയ്യാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇടയിലാണ് ഞാൻ പിള്ളേരെ വിളിക്കാൻ പോയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതേ ഇഡ്ഡലിയൊക്കെ സെറ്റാക്കി സാമ്പാറൊക്കെ കടുക് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഈ ഇഡ്ഡലിയൊക്കെ ഒരു 3-4 തട്ട് ഇഡ്ഡലി ഒഴിച്ചേക്കും. അപ്പം ഞാൻ ഇഡ്ഡലിക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ കഴിക്കാമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചത്. ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ആ ഇഡ്ഡലി സാമ്പാറായി. ഇന്ന് ചട്നി ഉണ്ടാക്കിയില്ല കേട്ടോ ഗൈസ്. ഇന്ന് സാമ്പാറും ഇഡ്ഡലിയാണ്. അങ്ങനെ ഇതേ മുട്ട ഓംപ്ലേറ്റൊക്കെ അമ്മൽക്കുട്ടൻ്റെ സ്കൂളിൽ കൊടുത്തയക്കാനാണ് കേട്ടോ. പാലും ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ടിഫിൻ ബോക്സിലേക്ക് ചോറും സാമ്പാറും അച്ചാറും മുട്ട ഓംപ്ലേറ്റും അത്ര മതി. അതുകൊണ്ട് തന്നെ കുറേ ഉപ്പേരിയൊന്നും കൊടുത്തയച്ചാൽ കഴിക്കില്ല ഗൈസ്. അതൊക്കെ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഇതാവുമ്പോൾ കഴിച്ചിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉമ്മയൊക്കെ തന്നിട്ട് അമലൂട്ടൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മോട് വന്നിട്ട് ഇങ്ങനെ അമ്മ എന്തോ ചോദിച്ചതിനൊക്കെ മറുപടി പറയാൻ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പുറത്തൊക്കെ നോക്കി എല്ലായിടമൊക്കെ നോക്കുക. അപ്പോൾ നമ്മൾ പൂക്കളൊക്കെ നന്നായി വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടെന്ന്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ മാലയൊക്കെ കിട്ടും. അപ്പോഴേക്ക് ഇതേ ആരാധ്യമോളൊക്കെ മൊത്തം ഡ്രസ്സ് യൂണിഫോമൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മുടിയൊക്കെ കെട്ടി കൊടുത്തു. ആരാധ്യമോൾക്ക് ഫുഡ് കൊടുക്കുക കേട്ടോ. അങ്ങനെ അവളിരുന്നിട്ട് ഡ്രസ്സുമൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ടവലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ആദ്യമൊന്നും പോകണില്ല. ആദ്യമോന് വയ്യ, കണ്ണൊക്കെ ചോന്നിട്ടിരിക്കുന്നുണ്ട്. അപ്പം പനിയൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരാധ്യമോൾ മാത്രം പോകട്ടെ. ആരാധ്യമോൾക്ക് വിഷമമാണ് ആദ്യമോളില്ലെങ്കിൽ. അങ്ങനെ ആരാധ്യമോളുടെ വണ്ടി വന്ന് ആരാധ്യമോളൊക്കെ പോയ ശേഷം ഞങ്ങളിരുന്ന് ടിഫൻ കഴിക്കട്ടോ. ആദ്യമോൾ ടി വിയിലേക്ക് നോക്കുക. ഞങ്ങൾ ടി വി വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതിൻ്റെ ഇടയിലും ഞാനമ്മ ഇങ്ങനെ വർത്തമാനം പറയണ്ട. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള മുട്ട വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ആദ്യം വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ചോറ് കൊടുത്തുട്ടാ. മുട്ട വറക്കതേ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളമാക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ മുട്ട ഇങ്ങനെ പുഴുങ്ങി വെച്ച മുട്ടയമ്മ അങ്ങനെ രണ്ടാക്കി വെച്ചമ്മ ഇങ്ങനെ പരട്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും വേപ്പിൻ്റെ ഇലയും ഇട്ടച്ചേലിക്ക് നമ്മളിതിങ്ങനെ ഇടുക. എന്നിട്ട് അത് ഒന്നായ ശേഷം ഒന്ന് മറിച്ചിടുക. പിന്നെ അതവിടെ മൂടി വെച്ചാൽ മതി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആയിക്കോളും. അപ്പോഴേക്കും ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പ്. അമ്മ അപ്പോൾ കഴിക്കില്ല. ഞാൻ 12 മണി കഴിഞ്ഞാൽ കഴിക്കും ഗൈസ്. അപ്പോൾ അമ്മ പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിക്കാനുള്ള പരിപാടി കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ മുട്ട കഴിക്കുമ്പോൾ അത് സൂപ്പറായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആദ്യം മോനെ കുറച്ച് നേരം ഉറക്കാമെന്ന് വിചാരിച്ചിട്ട് ഉറക്കാൻ കൊടുത്താട്ടോ. അത് കഴിഞ്ഞ് ഉറങ്ങി എനിറ്റപ്പോഴേക്കും ഒരു വിശന്നപ്പോൾ ഞാൻ ഒരു പഴം എടുത്ത് കഴിച്ചു. അതിന് ശേഷം ഇന്ന് ഉണ്ണികൾക്ക് പഴമാണ് ഇന്ന് ഉച്ചതിരിഞ്ഞ് വരുമ്പോഴേക്കും കേട്ടോ. അപ്പോൾ പഴം നെയ്യിൽ വാട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ റോബസ്റ്റ് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് അടിച്ചിട്ട് അതിൻ്റെ മുകളിലിടാൻ വേണ്ടിയിട്ടാണ് ഇത് റോബസ്റ്റ് പഴവും പിന്നെ പാലും കൂടിയിട്ടാണ് ജ്യൂസ് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗായ്സ്. ഞാൻ ആ അരിഞ്ഞ് വെച്ചത് ഇതിലിടാൻ മറന്നു. ബദാമിൻ്റെ മിക്സ് ലാസ്റ്റ് അത് പിന്നെ കൊടുത്തു. അങ്ങനെ അമൽമോ അതൊക്കെ എന്നോട് ടാറ്റൊക്കെ പറഞ്ഞിട്ട് അമൽമോ സ്കൂളിൽ പോവാണ് കേട്ടോ. പിള്ളേരെ കുറച്ച് പഠിപ്പിക്കാണ്ടായിരുന്നു 2 പേര്. അവരങ്ങനെയൊക്കെ പഠിപ്പിച്ചു. ഓക്കെ ഗായ്സ്.